ഞാനൊരു ചെമ്മീൻ മസാലയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ വെച്ചിട്ടൊരു റോസ്റ്റ്. അത് പിന്നെ അപ്പത്തിനാണെങ്കിലും പുട്ടിനോ ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ എല്ലാത്തിനും പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു പുരട്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ച ചെമ്മീനാണിത്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് അപ്പുറം ഇട്ട് മൊരിയിച്ചെടുക്കണം. ഒരുപാട് മൊരിയിക്കണ്ട, ഒന്ന് വെന്ത് കിട്ടിയേച്ചാൽ മതി. അപ്പം ഞാൻ ചെമ്മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ ചെമ്മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി എണ്ണ നല്ലോണം ഒന്ന് ചൂടാവണം. ഇതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 വലിയ സബോള എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീനാണ് എടുത്തത്. അതുകൊണ്ട് ആ 2 ഇടത്തരം എന്നല്ല, അതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള 2 സബോള എടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഉപ്പിട്ടിട്ടാണ് വറുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി ഈ സബോള ഒന്ന് നല്ലോണം വഴന്നു വരണം. ഇപ്പോൾ സബോള ഒരുമാതിരി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴന്നു വരണം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 ആയിട്ടൊന്ന് കീറിയിട്ട് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇത് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി നല്ലോണം വഴന്ന് ഇതിൻ്റെ കൂടെ യോജിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി അത് ചേർക്കാം. ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല, അപ്പോൾ വേറെ ടേസ്റ്റായി പോവും. ഇനി ഇത് ഇളക്കി ഇതിൻ്റെ പച്ചച്ചുവ പോകുന്നവരെ ഇളക്കി ഇതൊന്ന് മൂപ്പിക്കുക. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ചേർക്കാം. ഇനി ഇളക്കി കൊടുക്കാം. അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളിയും കുറച്ച് കറിവേപ്പില ഇടാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കറിയാണത്. ചപ്പാത്തിക്കും
വൈറ്റ് റൈസിനും ഒക്കെ നല്ല കറിയാണ്.